കാത്വേയുടെ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം വയനാട് ജില്ലയുടെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന പ്രമുഖനായ ഒരു നാടക നടനാണുള്ളത്. നാടകത്തിന് അധികമൊന്നും വേരോട്ടം ഇല്ലാത്ത വയനാട്ടില് ജനിക്കുകയും വളരുകയും സ്വന്തം ജീവിതം നാടകത്തിനായിട്ട് മാറ്റിവെക്കുകയും ചെയ്ത പ്രഗത്ഭനായ ഒരു വ്യക്തിയാണ് നമ്മോടൊപ്പം ഉള്ളത്. ഒരു കാർഷിക കുടുംബത്തിൽ ജനിക്കുകയും ഗവൺമെന്റ് സ്കൂളുകളിൽ പഠനം നേടുകയും ചെയ്ത അദ്ദേഹം ആണ്ടൂർ എന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ജനിച്ചത്. അമേച്ചർ നാടകരംഗത്ത് നിന്നും പ്രൊഫഷണൽ നാടകരംഗത്തേക്ക് എത്തിപ്പെട്ടതും അതിനുശേഷം അദ്ദേഹം ആ ഒരു മേഖലയിൽ കാല് ഉറപ്പിച്ചതും ഒരുപാട് അവാർഡുകൾ വാങ്ങിക്കൂട്ടിയതുമായ ഒരുപാട് കഥകളും അതില് കണ്ണീരിന്റെ നനവുണ്ട്, സന്തോഷത്തിന്റെ ഒരുപാട് പൂക്കളുണ്ട്. അദ്ദേഹത്തെയും അദ്ദേഹത്തോടൊപ്പം കാത്വേന്റെ ഈ ഫ്ലോറിലേക്ക് ശ്രീ ഷാജി പാംബ്ല, ശ്രീ ഹസൻ കുന്നുംപുറത്ത് എന്നിവരെയും നമ്മുടെ വിശിഷ്ട അതിഥി ശ്രീ ആണ്ടൂർ ബാലകൃഷ്ണനെയും ക്ഷണിച്ചുകൊള്ളുന്നു. പട്ടിയുടെ ജന്മ സാറേ, പട്ടിയുടെ ജന്മ. രണ്ട് പെൺമക്കളാണ്. കാണാൻ വലിയ രസമൊന്നുമില്ല സാറേ. എന്നെ പോലെ തന്നെയാ, നന്നായിട്ട് കറുത്തിട്ട എന്നെ അതേ രൂപ. കല്യാണപ്രായമായി. ആരുടെയെങ്കിലുമൊക്കെ കൂടി ഒളിച്ചോടിപ്പോട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് സാറേ. ആ ബിംബത്തെ തുപ്പുന്ന ആ സിനിമ ഇപ്പൊ നോക്കാൻ നിർമാല്യം. ഇപ്പോ ഒരു അത്തരം ഒരു സിനിമ ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ജാതി പറയാൻ പറ്റൂല, ഒരാളെ കുലത്തൊഴിൽ പറയാൻ പറ്റൂല. നാടക നടൻ എന്നതിലുപരി ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച സുഹൃത്തുക്കളാണ്. അമ്പലവയൽ ഹൈസ്കൂളിൽ ഞാനും ബാലകൃഷ്ണനും ആത്മ സുഹൃത്തുക്കളാണ്. ആ ബന്ധം അന്ന് ഇന്നും തുടർന്നു പോകുന്നുണ്ട്. ആണ്ടൂർ ബാലകൃഷ്ണൻ ഒരു ടൈലറാണ്. എങ്ങനെ ഈ നാടക രംഗത്തേക്ക് എത്തി എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, തീർച്ചയായിട്ടും. എന്തായാലും എന്നെ ഈ ഒരു ഫ്ലോറിലേക്ക് ക്ഷണിച്ചതിന് നിങ്ങളോടൊക്കെ നന്ദി കടപ്പാട് അറിയിക്കുന്നു. എല്ലാ കലാകാരന്മാരെയും പോലെ ഞാനെന്ന നാടകക്കാരനും ഈ അരങ്ങിലേക്ക് എത്തുന്നത് ഒരു പെട്ടെന്ന് എത്തിച്ചേർന്നതല്ല. അതിന് ഒരു കടമ്പകൾ തന്നെ ഉണ്ടായിരുന്നു. ഉറക്കൊഴിഞ്ഞ രാവുകളുണ്ട്, നടന്ന് ക്ഷീണിച്ച രാവുകളുണ്ട്, യാത്ര ചെയ്ത് ഒരുപാട് അലഞ്ഞ ദിവസങ്ങളുണ്ട്. ഞാൻ മാത്രമല്ല കേട്ടോ, നാടകരംഗത്ത് ഉള്ള ഒട്ടനവധി ആളുകൾക്കും ഇത് തന്നെയാണ് അവരുടെ ഒരു നടപ്പ് വഴി. ഞാൻ വന്നത് സത്യത്തിൽ ഞാൻ പഠിക്കുന്ന കാലത്ത് അസനൊക്കെ അറിയാം. ഞാൻ ഒരു തരത്തിലുള്ള കലാപരമായിട്ട് ഒരു തരത്തിലുള്ള ഒരു ക്വാളിറ്റി ഇല്ലാത്ത മനുഷ്യനായിരുന്നു. ക്ലാസ് മുറിയിലെ ഏറ്റവും അധോമുഖൻ, തീരെ പഠിക്കാത്ത ഏറ്റവും പുറകിലെ അവസാനത്തെ ഒരു വിദ്യാർത്ഥി എന്നാണ് ഞാൻ എന്നെ വിശേഷിപ്പിക്കുന്നത്. എപ്പോഴും ഞാനത് പറയാറ്. ഭയങ്കര കോംപ്ലക്സ് ആയിരുന്നു എനിക്ക് ആളുകളോട് സംസാരിക്കാൻ, ആളുകളെ ഇടയിൽ കൂടെ ഒക്കെ നടന്നു പോകാൻ. ഞാൻ ഇങ്ങനെ കൈവച്ച് എന്താവും, അങ്ങനെ കൈവച്ച് നടക്കുന്ന മോശമല്ലേ. അതേപോലെ സംസാരത്തിൽ വൈകല്യമുള്ള ആളായിരുന്നു ഞാൻ. ഭയങ്കര വിക്കായിരുന്നു എനിക്ക്. കടകളിലൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ സാധനം വാങ്ങുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സംസാരത്തിൽ ഭയങ്കര പ്രശ്നമാണ്. അത് ആ ഒരു കാരണമാണ് ഒരു പക്ഷേ എന്നെ ഒരു അധോമുഖനാക്കാൻ ഇടയാക്കിയത്. അങ്ങനെ സ്കൂൾ ജീവിതമൊക്കെ കഴിഞ്ഞു. അപ്പോൾ പിന്നീട് ഫുട്ബോളിലേക്ക് വല്ലാത്ത ഒരു താല്പര്യം തോന്നി. അത്യാവശ്യം ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെ വീട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സാമ്പത്തികവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വീടാണ്. ഞങ്ങളൊന്നും അങ്ങനെ പണിയെടുക്കേണ്ട ഒരാവശ്യമൊന്നുമില്ല. കൊയ്ത്തും മെതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, മുത്തച്ഛന്മാരൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളൊരു അലസമായിട്ടുള്ള ഒരു കൗമാരകാലം ഉണ്ടായിരുന്നു. വലിയ ഉത്തരവാദിത്വമൊന്നുമില്ല. അങ്ങനെയാണ് ഫുട്ബോളിലേക്ക് വരുന്നത്. അങ്ങനെ കളിച്ചു പഠിച്ചു, കുറച്ച് ക്ലബ്ബുകൾക്കൊക്കെ വേണ്ടി കളിച്ചു. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അങ്ങനെ ഫുട്ബോൾ ടൂർണമെൻറ്റുകൾ നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ സാംസ്കാരിക സംഘടനകൾ രൂപീകരിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ വാർഷികം നടത്തണം. അതിന് കലാപരിപാടികൾ വേണം, നാടകം വേണം, അത്തരം കാര്യങ്ങളൊക്കെ വേണം. അപ്പം ഞാൻ ഈ നാടകം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്തൊരു മേഖല. അതിലൊക്കെ രാജാക്കന്മാരുണ്ട് എൻ്റെ നാട്ടിൽ. ഒരു ഹരിദാസൻ, അങ്ങനെ കുറേ ആളുകളുണ്ട്. അമേച്ചർ നാടകങ്ങൾ, CL ജോസിൻ്റെ, മുഹമ്മദ് പുഴക്കരൻ്റെ ഒക്കെ നാടകങ്ങൾ പോയി തിരഞ്ഞെടുത്തിട്ട് അന്ന് ഉത്സവങ്ങൾക്കും അതല്ലെങ്കിൽ പള്ളി പെരുന്നാളുകൾക്കും
ഓഗസ്റ്റ് ക്ലബ്ബുകളൊക്കെ സംഘടിപ്പിക്കുന്ന സ്വന്തം ഒരു പ്രൊഫഷണൽ നാടകം നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതെ. പക്ഷെ അന്ന് ഈ പ്രൊഫഷണൽ നാടകങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഉത്സവങ്ങൾക്കും പള്ളികളിലേക്കും അവര് തന്നെ ചിട്ടപ്പെടുത്തിയ നാടകങ്ങളും ഇതിനോടൊപ്പം ഉണ്ട്. അപ്പൊ ആ കാര്യത്തിലേക്ക് ഞാൻ പിന്നീട് വരാം. അതും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ ഈ ക്ലബിന്റെ വാർഷികം നടക്കുന്നു. അപ്പൊ നാടകവുമായിട്ട് എനിക്കൊരു ബന്ധമില്ല, ഞാൻ പിരിവിന് പോകും, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നീടാണ് എൻ്റെ കൂട്ടുകാരൊക്കെ നാടകം ഒക്കെ നന്നായിട്ട് അവതരിപ്പിച്ചു. പിറ്റേന്ന് അവർ ടൗണിൽ കൂടെ നടക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കര ഒരു ഗമയാണ്. ആൾക്കാരൊക്കെ അതാ ഇന്നലെ പോലീസായിട്ട് അഭിനയിച്ച ആളാട്ടോ, SI ആയിട്ട്. അപ്പൊ എനിക്ക് തോന്നിയത് ഇത് നല്ലൊരു പരിപാടിയാണല്ലോ, അംഗീകാരം കിട്ടും. ഫുട്ബോളിന് അത്ര അംഗീകാരം കിട്ടുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്കും ഒരു നടനായിക്കൂടാ. അങ്ങനെ ആവാഹം ആണെന്ന് തോന്നുന്നു എൻ്റെ ആദ്യ ഞാൻ സ്റ്റേജിൽ കയറിയത്. ഡയലോഗ് ഇല്ലാത്ത നാടകം. ഒരു കാട്ടാളം വന്നിട്ട് കുട്ടികളെ പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു കഥ. അപ്പൊ എന്റെ രൂപത്തിനൊക്കെ നീയാണ് കാട്ടാളൻ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, കാട്ടാളനാണ് കാട്ടാളൻ. അതാണ് എൻ്റെ ആദ്യത്തെ സ്റ്റേജ്. ചീനപ്പുല്ല് ശ്രീദേവി ക്ഷേത്രം ആണ് എൻ്റെ ആദ്യത്തെ ഇറങ്ങി. അവിടെ നാടകം കളിക്കുന്നു. അവിടെ രസകരമായിട്ടുള്ളൊരു സംഭവമുണ്ട്. അങ്ങനെ ഞാൻ ഈ തേറ്റപ്പല്ലൊക്കെ വെച്ചിട്ട് ഉള്ളൊരു കാട്ടാളനാണ്. നാട്ടിൽ വന്നിട്ട് കുട്ടികളെ പിടിച്ചു കൊണ്ടുപോവുക. ആ നാട്ടിലെ 4 വയസ്സുള്ള കുട്ടികളെ കാണാതാകുന്ന ഒരു ചരിത്രമാണ് ആ നാടകത്തിന്റെ ഒരു ഇതിവൃത്തം. അങ്ങനെയാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെ ഹാഫ് ടൈം വരെ ഒരു കുട്ടി അഭിനയിച്ചു. ഹാഫ് ടൈമിന് ശേഷം എൻ്റെ ഈ രൂപവും ഭാവവും ഒക്കെ കണ്ടപ്പോൾ കുട്ടി പിന്നെ അഭിനയിക്കുന്നില്ല. ഞാൻ ചേട്ടൻ്റെ കൂടെ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നാടകം ഹാഫ് ടൈമിന് ശേഷം തുടങ്ങണ്ടേ. അങ്ങനെ തൽക്കാലം വേറൊരു കുട്ടീനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അപ്പോൾ ആ കുട്ടീൻ്റെ കരച്ചിലൊക്കെ റിയലായിട്ട് കിട്ടി. അങ്ങനെ നാടകം കഴിഞ്ഞു. അപ്പോൾ നാട്ടിലൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല ഗമയായി. കഥാപാത്രം വിജയിച്ചു. കാരണം കുട്ടിക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാട്ടാളം വിജയിച്ചു എന്നതിനർത്ഥം. അങ്ങനെ ഞാനും പിറ്റേന്ന് ആണ്ടൂർ ഇറങ്ങുന്നു. അമ്പട ഞാനേ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എല്ലാവരും എന്നെ നോക്കും, ആ കാട്ടാളനായിട്ട് അഭിനയിച്ച ബാലകൃഷ്ണനാട്ടോ പോകുന്നൊക്കെ പറയും. അപ്പൊ അത് ഭയങ്കര ക്രൈസായി. പിന്നെ സാംസ്കാരിക സംഘടനകളുടെ ഉദയദീപം കലാവേദി, സംഘഗാഥ തുടങ്ങിയ സമിതികളുടെ വാർഷികം. അപ്പൊ എല്ലാ വർഷവും വാർഷികത്തിന് നാടകം കളിക്കാൻ തുടങ്ങി. പിന്നീടാണ് ഈ പഞ്ചായത്ത് മേളകൾ വരുന്നത്. അത് ഞങ്ങൾക്കൊക്കെ വല്ലാത്ത ഒരു പ്രോത്സാഹനം തന്നു. ഈ പഞ്ചായത്ത് മേളകള് നമ്മൾ ഈ അമേച്ചർ രംഗത്തുള്ള കലാകാരന്മാർക്ക് ഇനി ഇത് മാത്രമല്ല കേട്ടോ, കല, ചിത്രം വര, സംഗീതം എല്ലാവർക്കും അത് ഒരു വലിയ കാര്യം തന്നെയാണ്. നല്ല മാറ്റം ഉണ്ടാക്കി. അപ്പൊ ഈ പഞ്ചായത്ത് മേള ഏകദേശം ഒരു ജൂൺ മാസം സ്കൂളിൽ കൊടുത്തൊക്കെ സമയത്താണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ നാടകം പഠിക്കും, 1/2 മണിക്കൂർ നാടകം. അങ്ങനെ നല്ല നല്ല നാടകങ്ങൾ തിരഞ്ഞെടുക്കുന്നു. അവിടെ നാടകം അവതരിപ്പിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നു. അങ്ങനെ അമ്പലൂർ പഞ്ചായത്തിൽ ഏറ്റവും നല്ല നാടകങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു സംഘം ആണ്ടൂർ സംഘഗാഥ. ആണ്ടൂർ സംഘഗാഥ. ഉദയദീപമായിരുന്നു ആദ്യം, പിന്നീട് ആണ്ടൂർ സംഘഗാഥ. അങ്ങനെ അതിലൂടെ അതിന്റെ വാർഷികങ്ങൾ ഒക്കെ ആയി. അങ്ങനെ പിന്നെ ഒരു പ്രാവശ്യം വാർഷികം നടത്താൻ വേണ്ടി നോക്കുമ്പോൾ ഭക്തപ്രഹ്ലാദ എന്ന നാടകമാണ് ഞങ്ങൾ ഒരു പ്രാവശ്യം അവതരിപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അപ്പോൾ അതിന് അന്ന് 4000 രൂപ ചെലവാണ് ആ നാടകം അവതരിപ്പിക്കാൻ. അപ്പോൾ ഒരു ദിവസം പിരിവിന് പോയി കഴിഞ്ഞാൽ കിട്ടുന്നത് ഒരു 50 രൂപ 60 രൂപ. കാരണം 5 രൂപ 2 രൂപേൻ്റെ ഒക്കെ ഒരു കാലമാണല്ലോ. അപ്പം ഈ 4000 രൂപ സംഘടിപ്പിക്കാൻ വലിയ പാടാണ്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഒരു കാപ്പിത്തോട്ടം കരാറെടുത്തു. കാപ്പിത്തോട്ടത്തിലെ മുരുക്ക് വെട്ടാൻ വേണ്ടിയിട്ട്. കേട്ടാൽ ഭയങ്കര രസമാണ്. അങ്ങനെ ഒരു കാലം ജീവിതത്തിൽ ഇതുവരെ മുരുക്ക് കയറാത്ത ഞാൻ ഏണി വെച്ച് മുരുക്കമ കയറി കൊമ്പ് വെട്ടി അങ്ങനെ ഏണിയൊക്കെ പടഞ്ഞ് വീണ് ഞാൻ ഹിരണ്യന്റെ വേഷ ചെയ്യുന്നു. അതിന്റെ ഫോട്ടോ കണ്ടാൽ ഹിരണ്യന്റെ കാലം ഇപ്പോഴും നീര് വന്ന് ഇത്ര നീരുള്ള ഹിരണ്യൻ. അങ്ങനെ മുരുക്കമുള്ള എത്തിയിട്ടാണ്. അങ്ങനെ ആ നാടകകാലങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീടുള്ള വാർഷികങ്ങൾക്ക് ഞങ്ങൾ സ്വന്തം തന്നെ, ഞാനും ഒരു ജബാർ പുതിയടത്ത് എന്ന് പറഞ്ഞ ഒരു ആത്മസുഹൃത്തുണ്ട്, ഇപ്പം ഹെൽത്തിൽ ജോലി ചെയ്യുന്നു. അവനും ഞാനും കൂടി നാടകങ്ങൾ എഴുതാൻ തുടങ്ങി. മത്സര നാടകങ്ങൾ എഴുതുന്നു, ഈ 2 മണിക്കൂറുള്ള നാടകങ്ങൾ എഴുതുന്നു. അങ്ങനെ ആദ്യം എഴുതിയ നാടകം ഇത് ഭാരതീയം, ഞങ്ങൾ എഴുതിയ നാടകം 2 മണിക്കൂറുള്ള നാടകം. അത് ഗംഭീരമായിട്ട് വാർഷികത്തിന് കളിച്ചു. വാർഷികത്തിന് അതിന്റെ റിസൾട്ടൊക്കെ ഇറങ്ങിയ സമയത്ത് ഒരു 10-12 പ്രോഗ്രാമുകൾ പുറമേ നിന്ന് കിട്ടിയാണ്. അങ്ങനെ കുറേ ക്ഷേത്രങ്ങളിലും പള്ളികളിലൊക്കെ ആ നാടകം അവതരിപ്പിച്ചു. അപ്പം പിന്നെ പ്രൊഫഷണൽ നാടകം എന്നൊക്കെ കേൾക്കാൻ തുടങ്ങി. പിന്നെ പ്രൊഫഷണൽ നാടകങ്ങൾ എവിടെ ഉണ്ടെങ്കിലും ഒക്കെ കാണാൻ പോകും. അങ്ങനെയാണ് ഒരു ഘട്ടം അവസാനിക്കുന്നത്. ബാലകൃഷ്ണ, നമുക്ക് നാടകത്തെ കുറിച്ച് പറയുമ്പോൾ കുടുംബ പശ്ചാത്തലം, ഇപ്പൊ നിലവിലെ അവസ്ഥ ഒക്കെ ഒന്ന് പറഞ്ഞു പോരെ. ഓക്കെ, ബാക്കി നമുക്ക് തുടർന്ന് അങ്ങനെ പറഞ്ഞു പോവാം. ഞാൻ ആണ്ടൂർ വാസിയാണ്. അമ്പലം പഞ്ചായത്തിൽ ആണ്ടൂരാണ് താമസം.
ജനിച്ചതും വളർന്നതും ഒക്കെ അവിടെയാണ്. അതുകൊണ്ട് ആണ്ടൂർ ബാലകൃഷ്ണൻ. അതാണ് ഒരു നാടിന്റെ പേര് കളയാൻ ഒരാൾ മതിയല്ലോ. ഞാൻ തമാശയ്ക്ക് എപ്പോഴും പറയാറുണ്ട്, ആണ്ടൂർ എന്നുള്ള ഒരു അഡ്രസ്സിൽ അറിയപ്പെടുന്ന വേറെ ആരുമില്ല, ആണ്ടൂർ ബാലകൃഷ്ണൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ പോസ്റ്റ് അറിയപ്പെട്ടു. പാമ്പളയിൽ ഒരാളുണ്ട്. അതെ 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 അതെ. ഒരു 25 കൊല്ലം മുമ്പ് ഞങ്ങൾ ഒന്നിച്ച് പരിചയപ്പെട്ടതാണ്. അതിന്റെ കഥ വേറെ പറയാത്തതും പറയാൻ പറ്റാത്തതും കഥയാണ്. അങ്ങനെ സാധാരണ ഒരു കർഷക കുടുംബത്തിലാണ് ഞാൻ ജനിക്കുന്നത്. കൊയ്ത്തും മെതിയും ഒക്കെ ഉള്ള കാപ്പിത്തോട്ടം ഒക്കെ ഉള്ള ഒരു കർഷക കുടുംബത്തിൽ 7 മക്കളിൽ 3ാമനായിട്ടാണ്. എൻ്റെ മൂത്തൊരു ജ്യേഷ്ഠനുണ്ട്, ഒരു ചേച്ചിയുണ്ട്, ബാക്കിയൊക്കെ അനുജന്മാരാണ്. പക്ഷെ വല്ലാത്തൊരു അത്ഭുതം, എൻ്റെ കുടുംബത്തിൽ ഈ ഒരു നാടകരംഗത്ത് ഞാൻ മാത്രമേ ഉള്ളൂ. ഒരു പാരമ്പര്യമായിട്ട് വന്നതല്ല. അല്ല പാരമ്പര്യമായിട്ട് നമ്മളാരെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു അഡ്രസ്സിലൂടെ കയറി വരാനോ ഒരാളുണ്ടായിരുന്നില്ല. അതാണ് എൻ്റെ കാര്യം. എനിക്ക് തന്നെ ഓർക്കുമ്പോൾ അമ്പട ഞാനേന്ന് പലപ്പോഴും എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ഞാൻ പഠിച്ചത് അമ്പലവയൽ ഗവൺമെന്റ് ഹൈസ്കൂളിൽ, ഇപ്പോഴാണുള്ള ഹയർ സെക്കൻഡറി ആയത്, അന്നൊക്കെ താരമാണ് സ്കൂളിൽ. അതാണ് എൻ്റെ ഒരു യൗവനകാലം. അതിനുശേഷം ഫുട്ബോളിലേക്ക് വന്നു, പിന്നെ കലാരംഗത്ത് വന്നു. ഇപ്പോൾ പ്രൊഫഷണൽ നാടകത്തിലാണ് അഭിനയിക്കുന്നത്. അതേപോലെ തന്നെ വലിയൊരു ഭാഗ്യം, കോഴിക്കോട് ആകാശവാണി ആർട്ടിസ്റ്റ് കൂടിയാണ്, അനൗൺസറാണ്. പ്രോഗ്രാമുകൾക്ക് അനൗൺസ് ചെയ്യാൻ പോകാറുണ്ട്. പിന്നെ അത്യാവശ്യം പ്രോഗ്രാമുകൾക്ക് ജഡ്ജ് ചെയ്യാൻ പോകാറുണ്ട്. പ്രൊഫഷണൽ നാടകരംഗത്തേക്ക് എങ്ങനെയാണ് കാൽവെപ്പുണ്ടായത്? പ്രൊഫഷണൽ നാടകരംഗത്തേക്ക് എത്തുന്നത് ഞാൻ വയനാട് സാന്ദ്രയിലൂടെയാണ്. വയനാട് സക്രിയാസ് എന്ന അതുല്യനായ നാടകക്കാരന്റെ ശിക്ഷണത്തിലാണ്. ഒരുപക്ഷെ വയനാട്ടിലെ ഒരു ആദ്യത്തെ കലാസമിതി അത് തന്നെ ആയിരിക്കും. വയനാട് സാന്ദ്രതയിലാണ്. ഈ ഇപ്പൊ 7ഓളം സംസ്ഥാന അവാർഡുകൾ നേടിയ രാജേഷ് ഇരുളമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒന്നിച്ചുണ്ടായിരുന്നു. രാജേഷ് ഇരുളം പിന്നെ ഒരു കൊല്ലം മാത്രമേ നിന്നുള്ളൂ. പക്ഷെ ഞാൻ വയനാട് സക്രിയാസിന്റെ ശിക്ഷണത്തിൽ 6 വർഷം അവിടെ നിന്നു. ദാരിദ്ര്യവും പട്ടിണിയും ദുരിതവും ഒക്കെ കടന്നിട്ട് 6 വർഷം. അവിടുത്തെ ഒരു പഠനം എന്ന് പറഞ്ഞാൽ സക്രിയാസ് ഒരു പാഠപുസ്തകമാണ്. ഈ രംഗത്തേക്ക് വരുന്ന തുടക്കക്കാർക്ക് ഒരു പാഠപുസ്തകമാണ്. ഈ ഫ്ലോറിലേക്ക് കൊണ്ടുവരും. തീർച്ചയായിട്ടും കൊണ്ടുവരണം. കാരണം അദ്ദേഹമൊക്കെ പരിചയപ്പെടുത്തേണ്ട ആൾ തന്നെയാണ്. ഒരുപാട് കലാകാരന്മാർക്ക് വഴികാട്ടിയുമാണ്. അതെ തീർച്ചയായിട്ടും. സക്രിയാസിന്റെ ഒരു കൈകളിൽ ഞാൻ എത്തിപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഈ മാട്ട നാടകങ്ങളൊക്കെ പഠിച്ച് ഞാൻ ഒന്നും അല്ലാണ്ട് ഇപ്പൊ എന്താ ആയിന്നല്ല. പക്ഷെ എന്നാലും അസനെ പോലുള്ള ആളുകളൊക്കെ തിരിച്ചറിയുന്നുണ്ടല്ലോ, താങ്കളൊക്കെ തിരിച്ചറിയുന്നുണ്ടല്ലോ. ആ ഒരു പൊസിഷനിലേക്ക് എത്തിയത് ഒരു പക്ഷെ ഈ സാന്ദ്രയിലൂടെയുള്ള വരവ് തന്നെയാണ്. 6 വർഷം എന്നും പ്രിയപ്പെട്ട അമ്മ മുതൽ 6 വർഷം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അത് തന്നെയാണ് എൻ്റെ പ്രൊഫഷണൽ നാടക രീതി മേഖലയിലേക്കുള്ള തുടക്കം. കഴിഞ്ഞ കാലത്ത് ഒരുപാട് നാടകങ്ങൾ കളിച്ചല്ലോ. ഏറ്റവും ഇഷ്ടപ്പെട്ട നാടകം, ഏറ്റവും നല്ല സ്റ്റോറി? സാധാരണ ഈ സിനിമ നടന്മാരൊക്കെ ജാടയ്ക്ക് പറയും. ഞാൻ അഭിനയിച്ച എല്ലാ സിനിമകളും എല്ലാ കഥാപാത്രങ്ങളും ഇഷ്ടമാണ്. പക്ഷെ കരിന്തണ്ടൻ ആയിരിക്കും എന്റെ മികച്ചു നിൽക്കുന്ന വേഷങ്ങളിൽ ഒന്ന് എന്ന്. അതെ. ഈ കരിന്തണ്ടനിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് വിശദീകരിച്ചാൽ? തമാശക്ക് പറയും ഞാൻ, എന്റെ രൂപം തന്നെയാണ്. കാരണം ഈ കരിന്തണ്ടൻ എന്ന് പറഞ്ഞാൽ അത് വയനാടിന്റെ ഒരു പ്രതീകം. അതല്ലെങ്കിൽ ഈ ചുരം കണ്ടുപിടിച്ച ഒരാള്, ഒരുപാട് മിത്തുകള് അതിന്റെ പുറകിലുണ്ടാവുന്നു, ചങ്ങലമരം, ഇങ്ങനെയൊക്കെയാണെങ്കിൽ ആ കരിന്തണ്ടന് ഇപ്പൊ ഭയങ്കര സുന്ദരനായിട്ടുള്ള ഒരു ചിത്രമാണ് കരിന്തണ്ടന്റെ നെറ്റിലും മറ്റു ഇതിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആ കാലഘട്ടത്തിലുള്ള കരിന്തണ്ടൻ എങ്ങനെയായിരുന്നു നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ കരിന്തണ്ടനിലേക്ക് എത്തിയത് തൃശ്ശേരി ബെന്നി എന്ന് പറഞ്ഞ എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം മലബാർ നാടക വീട് എന്ന് പറഞ്ഞ ഒരു സമിതി തുടങ്ങുകയും അതിൻ്റെ ആദ്യ നാടകം പാഞ്ചാല തന്ത്രം, രണ്ടാമത്തെ നാടകം ശേഷ 6-ാം പേജ് 6-ാം കോളം, അതും കേരളത്തിൽ ഒരു ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കളിച്ചു 2 വർഷം. അതിനുശേഷം ബെന്നി തന്നെയാണ് പറഞ്ഞത് നമുക്ക് കരിന്തണ്ടൻ എന്നൊരു നാടകം, അത് വയനാടൻ ജനതയോട് അങ്ങനെ ഒരു കടമ നമുക്കുണ്ട്. ഇങ്ങനെ മണ്ണടിഞ്ഞു പോകുന്ന ഒരു ധീര രക്തസാക്ഷി തന്നെ കരിന്തണ്ടനെ വിളിക്കാം. അദ്ദേഹത്തെ സാധാരണ പ്രേക്ഷകന് മുമ്പിലേക്ക് എത്തിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതൊരു ബിഗ് ബഡ്ജറ്റ് ഡ്രാമ. ഏകദേശം അന്ന് തന്നെ 8.5 ലക്ഷം രൂപയാണ് ചെലവായിരുന്ന അന്നത്തെ കാലത്ത്. അതായത് ഒരു 10 വർഷത്തിന് സാധാരണക്കാരുടെ ഒരു സിനിമ എടുക്കുന്ന പൈസ അന്നായി 8 ലക്ഷം രൂപ അന്നായി. അങ്ങനെ വൈദേശിക ചതിയുടെ രക്തസാക്ഷി എന്നായിരുന്നു ആ നാടകത്തിന്റെ. വൈദേശിക ചതിയുടെ രക്തസാക്ഷി കരിന്തണ്ടൻ. VR സുരേന്ദ്രൻ എന്ന ആളാണ് അത് എഴുതി സംവിധാനം ചെയ്തത്. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത്, VR നാട്ടിൽ നിന്ന് ഇവിടെ വയനാട്ടിൽ വന്ന ദിവസങ്ങളോളം
ഇവിടുത്തെ ആദിവാസി മൂപ്പന്മാരൊക്കെ ആയിട്ട് ചർച്ച നടത്തി, ഞാനടക്കം പോയി. ഇപ്പോൾ വള്ളിയൂർക്കാവിലൊക്കെ അവിടുത്തെ ട്രസ്റ്റിനെയൊക്കെ കണ്ട്. അപ്പൊ ആദിവാസികൾക്കൊന്നും ഈ കരിന്തണ്ടനെ കുറിച്ച് അത്രയൊന്നും വലിയ ചരിത്രം കിട്ടാൻ വേണ്ടി ചരിത്രം കിട്ടാൻ വേണ്ടി അങ്ങനെ കുറേയൊക്കെ പഠനങ്ങൾ നടത്തിയിട്ടാണ് ഈ കരിന്തണ്ടൻ എന്നുള്ള ഒരു മിത്ത് അല്ലെങ്കിൽ ഒരു കഥാപാത്രം രൂപപ്പെടുന്നത്. ഒരുപക്ഷെ നാടകം പറയുമ്പോൾ നാടകത്തിൻ്റെതായിട്ടുള്ള കുറച്ച് നാടകീയത ആ ചരിത്രത്തിൽ വേണമല്ലോ. അപ്പോൾ ആ നാടകമാണ് കരിന്തണ്ടന്റെ ചരിത്രം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ധീരനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു, ഒരു ആദിവാസി മൂപ്പൻ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ കാലാകാലങ്ങളായിട്ട് ഈ കരിന്തണ്ടന്റെ പേര് ഇങ്ങനെ പുതിയ തലമുറ ഒരു പക്ഷേ ഒരു തലമുറ തന്നെയായിരിക്കും. ഈ ഒന്നാമൻ, രണ്ടാമൻ, മൂന്നാമൻ എന്നൊക്കെ പറയുന്ന പോലെ മക്കൾ വഴിയൊക്കെ കരിന്തണ്ടൻ അങ്ങനെയും നമുക്ക് വിചാരിക്കാം. അങ്ങനെ വിചാരിക്കാം. പിന്നെ ഈ അന്ന് ആ നാടകത്തിൽ അഭിനയിച്ചതൊക്കെ വയനാട്ടിലുള്ള ആളുകളാണ് എല്ലാവരും. അതുകൊണ്ട് തന്നെ ആ നാടകം അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് വലിയ പാടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഏറ്റവും ഈസി ആയിട്ട് ചെയ്ത അല്ലെങ്കിൽ കഥാപാത്രത്തിലേക്ക് പെട്ടെന്ന് എനിക്ക് കയറി ചെല്ലാൻ പറ്റിയ ഒരു കഥാപാത്രമാണ് കരിന്തണ്ടൻ. അതിന്റെ കാരണം നമ്മളെ ഈ ഇത്ര ഗോത്ര ജനതയൊക്കെ ആയിട്ട് കുറച്ച് അടുത്ത ആളുകൾ, അവരുടെ സംസാരവും അവരുടെ രീതികളും ഒക്കെ മനസ്സിലുണ്ട്. അതുകൊണ്ട് നമുക്കത് പെട്ടെന്ന് സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കരിന്തണ്ടൻ എന്ന കഥാപാത്രം എനിക്ക് വയനാട് ജില്ലയിൽ അല്പം പേരൊക്കെ ഉണ്ടാക്കി തന്നു. അഹങ്കാരത്തോടെ പറയട്ടെ, നല്ല പേരുണ്ടാക്കി തന്നു. ഒരു വർഷം എത്ര സ്റ്റേജുകൾ കളിക്കുന്നുണ്ട്? ഞാന് വള്ളുവനാട് ബ്രഹ്മയുടെ കരിങ്കുട്ടി 137 സ്റ്റേജിൽ ഒരു കൊല്ലം കളിച്ചു. കോഴിക്കോട് രംഗഭാഷയുടെ കുടുംബനാഥന്റെ ശ്രദ്ധയ്ക്ക് എന്ന നാടകം ആദ്യത്തെ കൊല്ലം 127 സ്റ്റേജിലും പിറ്റത്തെ കൊല്ലം 97 സ്റ്റേജിലും കളിച്ചു. നേരെ വെച്ച് മലബാർ നാടക വീടിന്റെ നാടകങ്ങളൊക്കെ ഒരു 40 സ്റ്റേജ് അല്ലെങ്കിൽ 50 സ്റ്റേജ്, കരിന്തണ്ടനൊക്കെ ഒരു 50 സ്റ്റേജൊക്കെ കളിച്ചിട്ടുണ്ടാവും. വയനാട് സാന്ദ്രയുടെ നാടകങ്ങളും ഒരു 40-45, അതൊക്കെ ഈ പ്രദേശത്ത് മാത്രം കളിക്കുന്നതാണ്. ഈ 100-ലധികം വേദികളിലൊക്കെ ഒരേ കഥാപാത്രങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സത്യത്തിലൊരു വിരസത തീർച്ചയായിട്ടും സിസ്റ്റമാറ്റിക് അവിടെ നമുക്ക് പുതിയതായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം പ്രൊഫഷണൽ നടനെ സംബന്ധിച്ചിടത്തോളം എല്ലാം ചിട്ടപ്പെടുത്തിയ സാധനങ്ങളാണ്. അവന് ചിട്ടപ്പെടുത്തിയ ലൈറ്റ്, അവന് ചിട്ടപ്പെടുത്തിയ മ്യൂസിക്, അവന് ചിട്ടപ്പെടുത്തിയ വരച്ച വരെ കൂടെ. കഥാപാത്രത്തെ ഒന്ന് തേച്ചു മിനിക്കാൻ പറ്റുമോ? ഒരു ആ തേച്ചു മിനിക്കലൊക്കെ ഒരു 5 സ്റ്റേജ് കഴിയുമ്പോഴേക്ക് തീരും. പിന്നെ തേച്ചു മിനിക്കലിലൊന്നും വലിയ സാധ്യതയില്ല. ഇപ്പൊ പലപ്പോഴും ഞാൻ ഈ പ്രൊഫഷണൽ നാടകങ്ങളിൽ എനിക്കൊരു ഭയങ്കര ഒരു മോശമായിട്ട് തോന്നിയിട്ടുള്ളത് എന്താണെന്നറിയോ, 4-5 ആളുകൾ വരുന്നു, അവര് 7, 8, 9, 10 കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്നു. അവിടെ നമുക്ക് എന്തോ ഒരു വേറിട്ട് ഒരു ആ കഥാപാത്രങ്ങൾ യോജിക്കാത്ത പോലെ. ഞാൻ ഇപ്പൊ ഏകദേശം നമ്മൾ ഒരുവിധം ഇറങ്ങുന്ന പ്രൊഫഷണൽ നാടകങ്ങളൊക്കെ കാണാൻ കഴിയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ അങ്ങനെ ഒരു സംഭവങ്ങൾ വരാണ്. ഒന്നവര് ചിലവ് ചുരുക്കലിന്റെ ഭാഗമായിരിക്കാം, പക്ഷെ അത് നമുക്ക് എത്രത്തോളം അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്തൊരു ബുദ്ധിമുട്ട്. അതായത് ഒരാള് തന്നെ 3 കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന സംഭവങ്ങൾ കാണാറുണ്ട്. തീർച്ചയായിട്ടും അത് ഇതിന്റെ ഒരു സാങ്കേതികത്വവും സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഒരു നാടക സമിതിയിൽ 11 പേരാണ് സ്വാഭാവികമായിട്ട് ഉണ്ടാവുക. 2 ഫീമെയില്, 4 നടന്മാര്, 2 ടെക്നീഷ്യന്മാര്, ഒരു ലൈറ്റ് അറേഞ്ച് ചെയ്യുന്ന ഒരാള്, 1 മ്യൂസിക് അറേഞ്ച് ചെയ്യുന്ന ആള്, പിന്നെ ഒരു ഡ്രൈവറും. അങ്ങനെ 11 ആളാണ് ഉണ്ടാവുക. 12 ആളാണെങ്കിൽ ബഡ്ജറ്റ് മുഴുവൻ തെറ്റി, വാഹനം വരെ മാറ്റണം. 11 ആൾക്കുള്ള സീറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഞങ്ങളൊക്കെ ശരിക്ക് നാടക തൊഴിലാളികളാണ്, പ്രൊഫഷണൽ നാടകത്തിൽ അഭിനയിക്കുന്ന തൊഴിലാളികളാണ്. കാരണം ഞങ്ങളുടെ കലാകാരൻ പരിഗണന ഇല്ല, പരമാവധി അവനെ കൊണ്ട് പണിയെടുപ്പിക്കും. കാരണം അതിന്റെ ഒരു നിലനിൽപ്പിന്റെ ഒരു പ്രശ്നമാണ്. ഞാൻ 3 കഥാപാത്രങ്ങളൊക്കെ ചെയ്ത നാടകങ്ങളുണ്ട്, പക്ഷെ 5ഉം 6ഉം കഥാപാത്രങ്ങൾ ചെയ്ത ആളുകളുണ്ട് കേട്ടോ. ഇപ്പം ഒരു ഉന്നമലി ഇപ്പൊ അധികം അസുഖമായി കിടക്കുകയാണ്. വള്ളുവനാട് ബ്രഹ്മയുടെ കരിങ്കുട്ടി എന്ന് പറഞ്ഞ നാടകത്തിൽ 7 കഥാപാത്രങ്ങളെയാണ് അധികം രംഗത്തെത്തി. ഞാൻ അത്ഭുതത്തോടെ നോക്കി നിന്നതാണ്. കാരണം അത്രമാത്രം വെറൈറ്റി ആയിട്ട് 7 കഥാപാത്രങ്ങളെ ഇപ്പൊ പറഞ്ഞില്ല വിരസത ഉണ്ടായിരുന്നു. പക്ഷെ കരിങ്കുട്ടി കണ്ടു കഴിഞ്ഞാൽ ആ വിരസത ഉണ്ടാവില്ല, അത് ഉറപ്പ്. കാരണം അത്രമാത്രം വെറൈറ്റി ചെയ്യാൻ പറ്റുന്ന ആർട്ടിസ്റ്റുകളെ കയ്യിൽ ഈ കഥാപാത്രങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഒരിക്കലും വിരക്തി ഉണ്ടാകാൻ സാധ്യതയില്ല. ഇപ്പൊ ഈ ശിഷ്ടം നാടകത്തിൽ തന്നെ, ശിഷ്ടം നാടകത്തിൽ ഞാൻ സുഗുണം വക്കീൽ എന്നുള്ളൊരു വേഷമാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. എനിക്ക് അതിനാണ് അവാർഡ് കിട്ടിയ ഒരു വേഷം. ഇരിങ്ങാലക്കുട SNYS-ന്റെ ഏറ്റവും നല്ല ഹാസ്യ നടനുള്ള അവാർഡ് എനിക്ക് ഈ കഴിഞ്ഞ വർഷം കിട്ടി.
അപ്പോൾ അതാണ് അതിൻ്റെ അത് മെയിൻ വേഷം. പിന്നെ ഞാനൊരു പോലീസ് ഓഫീസറെ വേഷം കൂടി ചെയ്യുന്നുണ്ട്. അപ്പം നാടകം കഴിഞ്ഞിട്ട് ആൾക്കാർ ചോദിക്കുന്ന ആ പോലീസ് വേഷം ചെയ്ത ആളെ കണ്ടില്ലല്ലോ, അവിടെയാണ് എനിക്ക് എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത്. വെറൈറ്റി വേഷങ്ങളാണ്. 2 വേഷം ചെയ്തു. എന്നെ സംബന്ധിച്ച് ഞാനൊക്കെ 2 വേഷം ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമാണ്. കാരണം ഞാനൊക്കെ ഒരു അത്രയൊന്നും ഒരു കയ്യൊതുക്കമുള്ള നടനല്ല. ഏതെങ്കിലും ഒരു നല്ല സംവിധായകന്റെ കയ്യിൽ കിട്ടിയാൽ എന്നെങ്ങനെ പരുവപ്പെടുത്തി എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കാലത്ത് നാടകങ്ങൾ വളരെ വ്യക്തമായ രാഷ്ട്രീയങ്ങൾ പറഞ്ഞിരുന്നു. തോപ്പിൽ ബാസിയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി, EK അയ്മുവിന്റെ ഇജ്ജ് നല്ലൊരു മനുഷ്യനാകാൻ നോക്ക്, അതല്ലെങ്കിൽ KT മുഹമ്മദിന്റെ ഇത് ഭൂമിയാണ്. പക്ഷെ ഇന്നത്തെ നാടകങ്ങള് അത്ര കണ്ട് രാഷ്ട്രീയം പറയുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. എന്താണ് അതിനെ കുറിച്ച്? രാഷ്ട്രീയം പറയുന്നില്ല എന്ന് പറയേണ്ടി വരും. കാരണം അതിന് സാമ്പത്തികമായിട്ടും ഇടതുപക്ഷ രാഷ്ട്രീയമോ വലതുപക്ഷ ഏതോ ആവട്ടെ, നമുക്ക് പ്രൊഫഷണൽ നാടകത്തിൽ പണ്ടുള്ള രീതിയിൽ പറയാൻ പറ്റുന്ന ഒരു സാമൂഹ്യ അവസ്ഥ ഇന്നില്ല. വേണ്ടെന്നല്ല, അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്ന എഴുത്തുകാരനും അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന നടന്മാരും ഉണ്ടാവും. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു നാടകം പ്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സമിതികളും ഉണ്ടാവും. പക്ഷെ ഇന്നത്തെ ഒരു സാമൂഹ്യ കാഴ്ചക്കാരില്ല. അത്ര കാഴ്ചക്കാര് മാത്രം പോരാ, അവതരിപ്പിക്കാൻ സ്ഥലവും ഉണ്ടാവില്ല. ഇപ്പൊ നമ്മള് ഒരു കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയം പറയുന്ന ഒരു നാടകം ഒരു വേദിയിൽ, ഈ നാടകം അവതരിപ്പിക്കപ്പെടുന്നത് പള്ളി സ്റ്റേജുകളിൽ, അമ്പല സ്റ്റേജുകളിലാണ്. പണ്ട് ഫൈനാൻസ് സൊസൈറ്റികൾ ഉണ്ടായിരുന്നു. എല്ലാ ടൗണിലും ഫൈനാൻസ് സൊസൈറ്റികൾ, എല്ലാ ദിവസവും നാടകം. ഫൈനാൻസ് സൊസൈറ്റിന്റെ നാടകം എന്ന് പറഞ്ഞാൽ ഈ ക്ലബ്ബ് പോലെ തന്നെ അത് ഒരു വർഷത്തേക്ക് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യാം. അതിൻ്റെ അകത്തെ അംഗങ്ങൾക്ക് എല്ലാ മാസവും ഓരോരോ നാടകങ്ങൾ, ഒരു വർഷം 12 മാസത്തേക്കാണ് ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. അങ്ങനെ വൈകുന്നേരം 6:30 നാടകം തുടങ്ങുന്നു, 7:30, 8:30, 9 മണിയാകുമ്പോൾ നാടകം തീരുന്നു. ഫസ്റ്റ് ഷോ ആ നാടകത്തിന്റെ അവസാനിച്ചു. പിന്നെ അവർ സെക്കൻഡ് ഷോയ്ക്ക് പോകുന്നത് ക്ഷേത്ര വേദികളിലേക്കാണ്. അങ്ങനെ എല്ലാ സമിതികൾക്കും 2 നാടകങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഈ ഫൈനാൻസ് സൊസൈറ്റികളും ക്ലബിൻ്റെയും ഒക്കെ പ്രവർത്തനങ്ങൾ വളരെ സജീവമാകുന്ന കാലത്ത് അങ്ങനെ ഫൈനാൻസ് സൊസൈറ്റികൾ മാത്രം കണ്ടിട്ട് ഇത്തരം കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം പറയുന്ന നാടകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ നാടകങ്ങൾ പലപ്പോഴും ക്ഷേത്രത്തിനകത്തോ പള്ളികളിലകത്തോ കളിക്കുമ്പോൾ പറയേണ്ടത് പലതും പറയാൻ സാധിക്കാത്ത ഒരു സംഭവം. ഇപ്പൊ MTന്റെ ചില സിനിമകൾ, ഇപ്പോ ആ ബിംബത്ത് തുപ്പുന്ന ആ സിനിമ ഇപ്പൊ നിർമാല്യം, ഇപ്പോ അത്തരം ഒരു സിനിമ ഇപ്പൊ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ജാതി പറയാൻ പറ്റൂല, ഒരാളെ കുലത്തൊഴിൽ പറയാൻ പറ്റൂല, വലിയ വിവാദം. അതെ. അപ്പൊ ഇതിന്റെ രണ്ടും കൂടി ഇടയിലുള്ള ഒരു അവതരണ രീതിയെ ഇപ്പൊ പറ്റും, പറയാതെ പറഞ്ഞു. പക്ഷേ ഈ തിരുവനന്തപുരം സംഘചേതനയോ കണ്ണൂർ സംഘചേതനയോ ഒക്കെ ഇപ്പോഴും അത്തരം നാടകങ്ങൾ എടുക്കുന്നുണ്ട്. പക്ഷെ സമിതി ഇപ്പൊ ഇല്ലല്ലോ. ഇല്ല, തിരുവനന്തപുരം സംഘചേതന ഇല്ല. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എല്ലാ വീട്ടിലും TV-കളില്ല. ഈ നാടകങ്ങൾ കാണാനൊക്കെ ആളുകൾ ഇഷ്ടംപോലെ വന്നിരുന്നു. ഇത് നിങ്ങളെ ബാധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ TV എല്ലാ വീട്ടിലും വന്നതും. പക്ഷെ അതിനകത്ത് എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഒരു അനുഭവം കൊണ്ട്, ഇപ്പം ഞാൻ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലും എല്ലാ സീസണിലും നാടകം കളിക്കുന്ന ആളാണ്. നാടകത്തെ ഗൗരവമായി കാണുന്ന ഒരു ഓഡിയൻസ് ഉണ്ട് അസനെ. കാരണം നമ്മൾ ഇപ്പോൾ പെട്ടെന്ന് നാടകം കഴിഞ്ഞിട്ട് നമ്മൾ മേക്കപ്പ് കഴിച്ച് തിരിച്ചു വരാൻ പറ്റില്ല. ആ നാടകത്തെ കീറി മുറിച്ച് ജഡ്ജ് ചെയ്ത് അതിങ്ങനെയാണ് ഇങ്ങനെ അനാലിസിസ് ചെയ്യുന്ന കാണികളുണ്ട്. ഈ സിനിമ മാറിയതുപോലെ ഇപ്പൊ നാടകവും മാറുന്നുണ്ട് കേട്ടോ. നാടകം മാറുന്നത് മാത്രമല്ല, ഇവിടെ നമ്മൾ പറഞ്ഞതിനോട് ചേർത്ത് നിർത്തി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു വർഷം നാടകം കളിച്ചതിന് ശേഷം അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. 40K, 50K, 100K എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ കാണുന്നുണ്ട്. കാരണം അപ്പൊ നാടകത്തെ ആളുകൾ വളരെ ഗൗരവമായിട്ട് തന്നെ കാണുന്നു. ഇഷ്ടംപോലെ ആളുകൾ നാടകത്തെ കാണുന്നു. പിന്നെ അതിൻ്റെ അകത്ത് എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ചില ഈ വഴിയോര കച്ചവടക്കാരൊക്കെ കുറെ സ്ക്വാഷ് നിറച്ച കുപ്പികൾ കുടിവെള്ളത്തിന് വേണ്ടി പല നിറങ്ങളിലുള്ള, അതിന്റെ ഇപ്പുറത്ത് ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് പച്ചമുളക് ചതച്ചിട്ട് ഒരു നാടൻ രീതിയിൽ ഒരു മോര് വെച്ചാൽ നമുക്കത് കുടിക്കാൻ ആഗ്രഹം തോന്നും. അങ്ങനെ ശുദ്ധമായിട്ടുള്ള കലകൾ, അല്ലെങ്കിൽ അത്തരം കലകൾ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ അവിടെ നമ്മുടെ പരിമിതികൾ, ഒരു വാഹനത്തിൽ കൊള്ളുന്ന ആളുകൾ, കഥാപാത്രങ്ങൾ, ഇതൊക്കെ നമുക്ക് ഇപ്പോഴും നാടകത്തിൽ ചെയ്യാവുന്ന. ഇനി ഇവിടെ നമുക്ക് മറ്റൊരു ഇത് എന്താണെന്നറിയോ, എന്തുകൊണ്ടാണ് അമേച്ചർ നാടകം പാടെ മരിച്ചു പോയത്?
അതും ഇപ്പൊ നമ്മളുടെ നാട്ടിൽ ഇപ്പൊ നമ്മുടെ വയനാട്ടിൽ തന്നെ ആണെങ്കിൽ ഇപ്പൊ ഒരു തോരിമല അബ്ബാസ്, ഒരു ഇലക്കാട് മുരളീധരൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞ നാടക രംഗത്ത് എഴുതിക്കൊണ്ടിരുന്ന കുറെ മനുഷ്യന്മാരുണ്ടായിരുന്നു. ഇപ്പൊ പുതിയ തലമുറയിൽ അത്തരത്തിലുള്ള എഴുത്തുകാരെ കാണാനില്ല, അത്തരത്തിലുള്ള സമിതികളില്ല, വായനശാലകളില്ല, വാർഷികങ്ങളില്ല. ഇവിടെ എന്താണ് നമുക്ക് സംഭവിച്ചത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സാംസ്കാരിക സംഘടനകളുടെ അപജയം തന്നെയാണ്. വൈകുന്നേരം കൂടിയിരുന്ന് നാട്ടുവർത്തമാനങ്ങൾ പറയാൻ താല്പര്യമില്ലാത്ത ഒരു തലമുറ ഉണ്ടായി. പൊതു ഇടങ്ങൾ നമുക്ക് ഇല്ലാതായി. ഒരു മൊബൈലും ഒരു മനുഷ്യനും മാത്രം അവസ്ഥയിലേക്ക് നമ്മുടെ ബോധങ്ങളൊക്കെ ഈ 6 ഇഞ്ച് ഫ്രെയിമിലേക്ക് ചുരുങ്ങി പോകും. അതിലൊതുങ്ങുന്ന ലോകം മുഴുവൻ 6 ഇഞ്ചിലേക്ക് വരികയും ഗ്രാമ കാഴ്ചകൾക്ക് ഭംഗിയില്ലാതെ വരികയും ചെയ്തു. ഇപ്പൊ പണ്ട് ഈ മറ്റേ ബാർബർ ഷോപ്പുകള്, തയ്യൽ കടകള്, ഇവിടെ നിന്നൊക്കെയാണ് നാടിന്റെ ഒരു സംസ്കാരം അടുത്ത തലമുറയിൽ. അതിപ്പോ നമ്മള് കുറച്ചു മുമ്പ് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഗ്രാമത്തില് ഒരു ചായക്കട ഉണ്ടായിരുന്നു. ആ ചായക്കടയിൽ രാവിലെ 8 മണിക്ക് എല്ലാവരും വരികയും നല്ല ചൂടുള്ള പുട്ടും പപ്പടമൊക്കെ കഴിച്ച് ആ രാജ്യത്ത് ഇറാൻ, ഇറാഖ് മുതൽ അഫ്ഗാനിസ്ഥാൻ മുതൽ ലോകത്തിലെ മുഴുവൻ രാഷ്ട്രീയവും 10 മണിയാകുമ്പോൾ അവർ വയലുകളിലേക്കും അവരുടെ പാടങ്ങളിലേക്കും പോവുകയും തിരിച്ചു വീണ്ടും കുളിച്ച് കുട്ടിക്കൂറ പൗഡറൊക്കെ ഇട്ട് അവർ വീണ്ടും ഒരു 4 മണിക്ക് തിരിച്ചു വീണ്ടും രാഷ്ട്രീയം പറയുന്ന ഒരു തലമുറ ഇപ്പൊ നമുക്ക് നഷ്ടപ്പെട്ടു. ആ ചോരയിൽ ഇപ്പൊ എഴുതി വെച്ചിട്ടുണ്ടാവും ഇവിടെ രാഷ്ട്രീയം. അവിടെയാണ് നമ്മുടെ സംസ്കാരം മാറിയത്. അപ്പൊ ഇത്തരം കൂട്ടായ്മകളെ ഇവിടെ ഇത് നാടകത്തിന് സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഈ അമേച്ചർ നാടകങ്ങൾ, ഈ ക്ലബ്ബുകള് അവര് തട്ടിക്കൂട്ടുന്നൊന്നും പറഞ്ഞുകൂടാ, വളരെ കഷ്ടപ്പെട്ട് അവര് നിർമ്മിക്കുന്ന നാടകങ്ങൾ. ആ നാടകങ്ങളിലൂടെയാണ് പ്രൊഫഷണൽ നാടകത്തിലേക്ക് അന്ന് നടന്മാരെത്തി. അതേപോലെ തന്നെ സിനിമാക്കാരായിരിക്കുന്നത് ഒട്ടുമിക്ക സിനിമാക്കാരും ഇപ്പൊ പുതിയ തലമുറയിലല്ല, പഴയ തലമുറയിലുള്ള നല്ല നടന്മാരൊക്കെ നാടകത്തിലൂടെ സിനിമയിലേക്ക് എത്തിയതാണ്. അപ്പൊ അവരെ കരുത്ത് ആ കഥാപാത്രങ്ങളെ വേഷപകർച്ചയിലൂടെ നമുക്ക് കാണാൻ പറ്റത്തില്ല. കാരണം സാറായാലും അങ്ങനെ ഒരുപാട് ആൾക്കാർ, KPSC ലളിത, അതുപോലെ തന്നെ KPSC സണ്ണി എന്ന് പറഞ്ഞ നാടക സമിതികളുടെ പേര് വെച്ചുകൊണ്ട് സിനിമാ നടന്മാരാകാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഈ നാടകത്തിൽ നിന്ന് വരുന്നുണ്ടെങ്കിലും അത് വളരെ കുറവാണ്. കലാഭവൻ വെച്ചിട്ടാണ് പിന്നെ കുറെ ആളുകൾ. പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഈ നല്ലതൊക്കെ കാലം ഇങ്ങനെ തട്ടിമാറ്റിക്കൊണ്ടിരിക്കും. ഇപ്പൊ അങ്ങനെ കുറെ കലാരൂപങ്ങൾ മൺമറിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷെ ഒരു കാലത്ത് നല്ലത് അംഗീകരിക്കുന്ന ഒരു കാലം വരും. എന്തുകൊണ്ട് നാടകം ഇപ്പോഴും പുനർജനിക്കുന്നു, ഇപ്പോഴും നാടകം കാണാൻ ആളുണ്ട്. ഇപ്പൊ ഞാനൊക്കെ ഇപ്പൊ ഈ ആലപ്പുഴ, കൊല്ലം ഭാഗങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ പേടിയാവും. ഇങ്ങനെ സ്റ്റേജിൽ വെറുതെ ഒന്ന് കണ്ണ് പാളി നോക്കും. കടല് പോലെ ജനം ഉണ്ടാകും അമ്പലപ്പറമ്പിൽ നാടകം കാണാൻ വേണ്ടി. അപ്പൊ നാടക ഹൃദയത്തിലെത്തുന്ന ആളുകളൊക്കെ ഉണ്ട് ഇപ്പോഴും ടിക്കറ്റ് എടുത്തത്. ഇപ്പൊ അതിൻ്റെ അകത്ത് ഇപ്പൊ വയനാട് ജില്ലയിൽ ഏറ്റവും നല്ല മേള നടത്തുന്നതാണ് പൾസിന്റെ നാടകമേള, ബത്തേരി പൾസിന്റെ. അവിടെ നമ്മൾ പോയി നോക്കി അറിയാം, ഓരോരോ നാടകാവതരണങ്ങൾക്കും ആ നാടകങ്ങൾ കാണാൻ വേണ്ടി ഹാളിൽ തടിച്ചുകൂടുന്ന ആളുകൾ ഒരു നാടകം പോലും ഞങ്ങൾ ഒഴിവാക്കാം. അതിനെ തന്നെ ഏറ്റവും വലിയ സന്തോഷിപ്പിച്ച ഒരു വയനാടുകാരനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ സംഘാടകർ ചെയ്യുന്ന മുനിസിപ്പാലിറ്റിയും സംഘാടകരൊക്കെ ചെയ്യുന്ന വലിയൊരു കാര്യമാണ്. അവരോട് നമ്മൾ ശരിക്കും കടപ്പെട്ടിരിക്കുന്നു. ജേക്കബ് സാറിനോടും അതേപോലെ തന്നെ ടീച്ചറോടും. അവരൊക്കെ എടുക്കുന്ന ഒരു എഫേർട്ട് ഭയങ്കരമായിട്ടുണ്ട്. 10 നാടകങ്ങൾ ഒരു വർഷം സുഖ സൗകര്യത്തിൽ നമ്മൾ നമുക്കിരുന്ന് കാണാൻ പറ്റും. പിന്നെ അത് വയനാട് പോലൊരു പ്രദേശത്ത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള നല്ല ടീമുകളെ കൊണ്ടുവന്ന് നമുക്ക് ആ നാടകം കാണിച്ചു തരാൻ വലിയൊരു കാര്യം. ഇന്നിപ്പോ ഈ ഉത്സവപ്പറമ്പിൽ നാടകങ്ങൾ ഇല്ലാതാവുന്നുണ്ട്. ഉത്സവങ്ങൾ തന്നെ 7 മണിക്കും 8 മണിക്കും പിരിച്ചുവിടപ്പെട്ട ഒരു സംഭവമായിട്ട് മാറുന്നുണ്ട്. മറ്റേ നേരം വെളുക്കും വരെ ഉത്സവങ്ങൾ. പണ്ട് 12 മണിക്ക് നാടകം തുടങ്ങുമെന്ന് പറഞ്ഞാൽ ആളുകൾ കാത്തിരിക്കും. ഇന്ന് 8 മണി കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു. ഈ ശബ്ദം, ബാലകൃഷ്ണന്റെ നല്ല ബാസിലുള്ള ശബ്ദം, ഈ ശബ്ദം നാടകത്തിന് എത്രമാത്രം ഗുണം ചെയ്തു എന്നുള്ളൊരു കാര്യം പറയാം. തീർച്ചയായിട്ടും ശബ്ദം നന്നായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. ഒരു തമാശ പറയട്ടെ, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്റെ ശബ്ദം പതിഞ്ഞ ശബ്ദമായിരുന്നു. എന്നിട്ട് നമ്മളെ കൂടെ പഠിച്ച അനിലില്ലേ, ഇപ്പൊ മറ്റേ കൃഷി ഓഫീസർ, മൂപ്പരൊക്കെ എന്നെ കളിയാക്കിയായിരുന്നു, കീ എന്നുള്ള ശബ്ദം എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ എങ്ങനെയോ ഇത് കുറച്ച് പരിക്കനായതാണ്. പക്ഷെ ശബ്ദം കുറച്ച് നന്നായിട്ട് ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ശബ്ദം പ്രധാനപ്പെട്ടതാ. കാരണം അഭിനയം മുൻപിൽ നിൽക്കുന്ന ഒരു 2-3 റോ ആ വരിയിലുള്ള ആളുകൾക്ക് നമ്മൾ എക്സ്പ്രഷൻ കാണാൻ പറ്റും. സിനിമ പോലെ ശബ്ദം കൊണ്ട് അവരെ കാതുകളിൽ എത്തിക്കണം. അപ്പൊ അത് വലിയൊരു ഗുണമായിട്ടുണ്ട്. അത് എങ്ങനെയോ കിട്ടിപ്പോയതാ.
ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, വയനാട്ടില് ഒരുപാട് കലാകാരന്മാരുണ്ട്. പക്ഷെ എന്തുകൊണ്ട് നമ്മുടെ നാട്ടില്, വയനാട്ടില് ഇവര് വളർന്നു വരുന്നില്ല? വേണ്ടത്ര വളർച്ച ഉണ്ടോ? വേണ്ടത്ര വളർച്ചയില്ല എന്നുള്ളത്. കഴിവുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ ഗ്രാമങ്ങളിലൊക്കെ, ഒരുപാട് ആൾക്കാർ. പിന്നെ അത്യാവശ്യമെങ്കിൽ ഇപ്പോൾ വെളിപ്പെടുന്നത് യൂട്യൂബ്, നിങ്ങളൊക്കെ ചെയ്യുന്ന ഈ ഒരു 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 സംഭവം ഉണ്ടല്ലോ, അതിലൂടെ വെളിപ്പെടുന്ന കുറെ. ഇപ്പൊ ചുള്ളിയോട്, നമ്മൾ അടുത്തുള്ള സ്ഥലമാണ് ചുള്ളിയോട്. അവിടെ ഒരു ഗോത്ര വിഭാഗത്തിലുള്ള ഒരു കുട്ടി ലോകസദ്യ ആകർഷിച്ചു പാട്ട് പാടിയിട്ട്. അപ്പൊ അതൊക്കെ യൂട്യൂബ് ചാനല് അത്തരം ആളുകളെ കണ്ടെത്തി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വലിയ കാര്യം തന്നെ. അതെ അതെ അതെ, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. യൂട്യൂബ് ചാനല് അവർക്കൊക്കെ ഒരു പുതുജീവൻ കൊടുത്തു എന്ന് തന്നെ പറയാം. എന്തുകൊണ്ട് ഇവരൊക്കെ പിന്നോട്ട് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു രീതി അത് തന്നെയാണ്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ കാർഷിക വൃത്തിയിൽ ശ്രദ്ധിക്കുന്നവരാ. നമ്മൾ കുറെ ഇഞ്ചി നടും, അത് കേട് പിടിച്ചു പോകും. അല്ലെങ്കിൽ കുറെ വാഴ നടും, അത് കാറ്റടിച്ചു പോകും. നമ്മളെ ശ്രദ്ധ മുഴുവൻ അതിലാണ്. നേരെ മറിച്ച് കുറച്ചൊരു അലസത ഉള്ളൊരു ഒരു സമൂഹത്തിലാണ് ഇത്തരം ഇതൊക്കെ. അതിന് സമയം കണ്ടെത്താൻ കഴിയും. അല്ല, ഇതിൽ ഒരു കാര്യം പറഞ്ഞാൽ നമ്മളെ ഒരു അമേച്ചർ നാടകത്തിലേക്ക് നമ്മൾ ഒരുപാട് അമേച്ചർ നാടകങ്ങൾ പുറകിൽ സഹകരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ അമേച്ചർ നാടകത്തിന് നമ്മൾ 10, 25, 30 ദിവസം റിഹേഴ്സലിനെടുത്തിട്ട് ഒരു പക്ഷേ നമ്മൾ ഇതിനെ എല്ലാം സജ്ജമായി ഒരു മേക്കപ്പുകാരനെ, അതിൽ പശ്ചാത്തല സംഗീതക്കാരനെ, ഇവരെയൊക്കെ പുറത്തുനിന്ന് കൊണ്ടുവന്ന് നമ്മൾ ഈ വേഷമൊക്കെ ഇട്ടിരിക്കുമ്പോൾ ഒരു മഴ ചാറുന്നത്. അതോടുകൂടി 200, 300 ആള് പോയിട്ട് 10, 20 ആളുകളിലേക്ക് അത് ഒതുങ്ങുന്നു. ഇതൊന്ന് പകർത്തി അതൊന്ന് വീണ്ടും കാണാൻ ഒരു ഫോട്ടോഗ്രാഫർ പോലും ഇല്ലാത്ത ഒരു കാലം. നമ്മളൊക്കെ ചെയ്ത പല നാടകങ്ങളുടെയും ഒരു ഫോട്ടോ പോലും ഇപ്പൊ നമ്മുടെ കയ്യിലില്ല, ഒരു ഫോട്ടോ പോലും കയ്യിലില്ല. അപ്പൊ അതില്ല നമുക്ക് ആ കാലഘട്ടത്തിൽ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഹസനക്കൊക്കെ ചെയ്യുന്ന പോലെ രണ്ടുപേരും ഇന്നോട് ഒരു തമാശ പറഞ്ഞ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് പറയണേ, ഇത് 15K ആള് കണ്ടിട്ടുണ്ടോ, ഇത് 35K ആള് കണ്ടിട്ടുണ്ടോ, 35,000 ആളാണ്, അത് 50,000 ആളുകളിലേക്കാണ് ഇത് എത്തുന്നത്. അങ്ങനെ ഒരു സംവിധാനം ഇന്നിപ്പോ ഒരു കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള വന്നിട്ടുണ്ട്. ഇന്നിപ്പോ ഒരു നാടകം 35,000 ആള് കാണണമെങ്കിൽ 35 ആരെങ്കിലും അത് 35 ആരെങ്കിലും അവതരിപ്പിക്കണം. എന്തായാലും 1000 പേര് വരുന്ന അരങ്ങളൊക്കെ കുറവാണ്. അത് മാത്രമല്ല, അവര് ഈ 35,000 ആളെ കാണിക്കാനുള്ള ചിലവുകള്, വണ്ടി ഓടുന്നത്, വേദികൾ ഒരുക്കുന്നത്. ഇപ്പൊ ഈ പ്രൊഫഷണൽ നാടകം അഭിനയിക്കാൻ സുഖ ഒരർത്ഥത്തിൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു പരിശീലനം ഉണ്ട്. അമേച്ചർ നാടകം ഇപ്പൊ നമ്മളൊക്കെ ഇരുമാടൊക്കെ തട്ടിക്കൂട്ടിയ നാടകങ്ങൾ എന്തൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ്. അപ്പൊ പരിശീലന സമയം കുറവ്, അതിന്റെ സാങ്കേതികത്വം ഒക്കെ ഒപ്പിച്ചു വെക്കാനുള്ള ഒരു പാട്, അതിന്റെ ഇൻസ്ട്രുമെന്റ് ചിലപ്പോ നാടകം നടത്തുന്ന തലേ ദിവസമായിരിക്കും കിട്ടുക. ചില നിർദ്ദേശങ്ങൾ ഈ സംവിധായകന് പ്രത്യേക നിർദ്ദേശമല്ല, ഒന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ തബലയും ഹാർമോണിയവും മറ്റും ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ലാസ്റ്റാണ് ഇത് കിട്ടുക. ഈ കുട്ടികളുടെ ഡാൻസിന് മുഴുവൻ ഇവര് അവസാനം അവസാനം അതിന്റെ അവസ്ഥ വരുന്നത്. ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അമേച്ചർ നാടകം കളിക്കാൻ വലിയ പാടാണ്. കാരണം അമേച്ചർ നാടകം ജീവിതം പോലെ റീടേക്ക് ഇല്ല. ഇന്നിപ്പോ അവതരിപ്പിച്ച നാടകം അത് ഇന്ന് അവസാനിക്കും. നാളത്തേക്ക് അവന് മാറ്റിവെക്കാൻ ഇന്ന് കളിച്ച ഓർമ്മകൾ മാത്രം. പിന്നെ ഒരു കൊല്ലം അടുത്ത ഉത്സവം വരെ ഈ മരം പെയ്യുന്നതും കാത്തിരിക്കുകയാണ് ആ ഓർമ്മകളും. അപ്പൊ കിട്ടുന്ന വേറെ കഥാപാത്രം. ഇതൊന്നും വൃത്തിയായി കളിക്കാനുള്ള അവസരം അപ്പോഴും ഉണ്ടാവില്ല. പ്രൊഫഷണൽ നടനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് പരിശീലനം. ഇതിന്റെ ഒരു പരിശീലന കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ക്രിപ്റ്റ് വായന കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 10 ദിവസം റിഹേഴ്സൽ ഇടും. അപ്പൊ ഏകദേശം കഥാപാത്രത്തിലേക്ക് നമ്മളിങ്ങനെ അടുത്തുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ മ്യൂസിക് നൊട്ടേഷൻ, എവിടെയൊക്കെയാണ് മ്യൂസിക് വേണ്ടത്, എത്ര അളവിൽ വേണം, അതൊക്കെ നൊട്ടേഷൻ എടുത്തു പോകും. അപ്പൊ തന്നെ ഏകദേശം നമുക്ക് കഥാപാത്രത്തെ ഉൾച്ചേരാൻ പറ്റും. പിന്നെ അടുത്ത 5 ദിവസം ഈ നൊട്ടേഷൻ കൃത്യമായിട്ട് എഴുതിയ മ്യൂസിക് വെച്ച് റിഹേഴ്സലാണ്. അപ്പോഴേക്കും അതിന്റെ സെറ്റും ആയിട്ടുണ്ടാവും. നമുക്കൊരു അമേച്ചർ നാടകം കളിക്കുമ്പോൾ എന്നാ സെറ്റ് കിട്ടുക തലേ ദിവസം. വഴി ഏതാണ്, പുറത്തേക്കുള്ള വഴി ഏതാണ്, ജനല വഴിയാണ്, എവിടുന്ന് കടന്നു, ഇതൊന്നും ഒരു താമസം വലിയ പ്രയാസമാണ്. പ്രൊഫഷണൽ നാടകത്തിൽ അങ്ങനെയല്ല. ഈ ഉദ്ഘാടനം ആകുമ്പോഴേക്ക് തന്നെ അവൻ പക്ക ഒരു നടനും ആ കഥാപാത്രമായി മാറിയിട്ടുണ്ടാവും. പിന്നെ അവസരമുണ്ട് പ്രൊഫഷണൽ നാടക നടന്. ആദ്യത്തെ ഒരു ഉദ്ഘാടനം കഴിഞ്ഞു, ഉദ്ഘാടനത്തിന് എന്തെങ്കിലും ഒരു ചെറിയൊരു കുഴപ്പമൊക്കെ പറ്റി കഴിഞ്ഞാൽ അത് അടുത്ത സ്റ്റേജിൽ. പിന്നെ അങ്ങനെ ഒരു 5 സ്റ്റേജൊക്കെ അവന് അത് തിരുത്താനുള്ള ഒരു സമയമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ തിരുത്തേണ്ട കാര്യം വരുന്നില്ല. പിന്നെ അത് മാത്രമല്ല, ഈ പശ്ചാത്തല സംഗീതം ഒക്കെ റെക്കോർഡ് ഒന്നുമല്ല. നമുക്ക് അമേച്ചറിന് അതൊന്നും ഇല്ലല്ലോ. കുറെ നാടകങ്ങളിലൊക്കെ ശബ്ദം പോലും തീർച്ചയായിട്ടും. അപ്പോ അമേച്ചർ നാടകക്കാരനാണ് ഏറ്റവും വലിയ വെല്ലുവിളി. പക്ഷെ ഇത് നമുക്ക് ഈ കേരളത്തിലാണ്. ഇപ്പൊ ഞങ്ങളൊക്കെ പ്രവാസികളായിട്ട് കുറെ കാലം പുറത്തുണ്ടായിരുന്നാണ്. അപ്പോൾ ഈ അലൈൻ ഇന്ത്യൻ സോഷ്യൽ സെന്റർ, ഞാൻ അലൈനിലുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ഓണം, വിഷു അതുപോലുള്ള എല്ലാ സമയങ്ങളിലും അവിടുത്തെ മലയാളി കൂട്ടായ്മകളും
എപ്പോഴും നാടകങ്ങൾ സജീവമായിട്ടുണ്ട്. അത് ഏറ്റവും നല്ല സാങ്കേതിക ഉയർന്ന രീതിയിൽ തന്നെ. പിന്നെ ഇവിടുന്ന് സംവിധായകൻ ജയൻ തിരുവനന്തപുരം ജയന്റെ പോലുള്ള ആളുകളൊക്കെ അവിടെ നാടകം ചെയ്തതായിട്ട് എനിക്കറിയാം, എല്ലാ വാർഷികവും. അതെ, അങ്ങനെയും ഈ പ്രവാസികൾക്ക് ഈ മോരിനോടുള്ള ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അതാണ് സംഭവം. അവർക്ക് സ്ക്വാഷ് ഇഷ്ടം പോലെ കിട്ടും, അപ്പോഴും പച്ചമോര് കഴിക്കാനുള്ള സുഖം, അതാണ് അത്തരം പ്രവർത്തനങ്ങൾ അവിടെ ഉണ്ടാവും.